രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. മനുഷ്യത്തിനെ ഒരു സുഖീടാം, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിനെ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തിയിളകുന്ന നാൾ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തിയിളകുന്ന നാൾ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീഴുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീഴുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാൽ ഒരുങ്ങിടാം. ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാൽ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി. നിങ്ങൾക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി ആമേൻ. പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, അതിൻ്റെ ആമേൻ 2-ാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ്. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ സന്നിധി എന്നാണ്. സ്തോത്രം. ഈ നിലവിളി എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ. നാളുകളായി, വർഷങ്ങളായി തൻ്റെ ജനം, സ്വന്തം ജനം അടിമകളായി മിസ്രൈമിൽ ആയിരിക്കുക. അവിടുത്തെ അടിമത്വം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിസ്രൈമിൽ അടിമകളായിരുന്നു. ആമേൻ, സ്തോത്രം. ആ അവസ്ഥയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു പുറപ്പെടാൻ ഇസ്രായേലിൻ്റെ ഒരു വലിയ ചരിത്രം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ പുസ്തകത്തിൽ വിവരിക്കുകയാണ്. ഭയങ്കര ഒരു ആമേൻ അടിമത്വം ഈ ജനം അനുഭവിക്കുക. സ്തോത്രം. എന്നാൽ ഈ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിപ്പാൻ മോശയെ കൂടെ ദൈവം ജനത്തെ പുറത്തു കൊണ്ടുവരികയാണ്. സ്തോത്രം. നോക്കിക്കേ, മോശ ജനിക്കുന്നത്, മോശയുടെ ജനനം, ആമേൻ, മോശയുടെ ജീവിതം,
ആമേൻ മോശയുടെ ആമേൻ സ്തോത്രം ദൈവമായിട്ടുള്ള ഇടപെടൽ ആമേൻ അതെല്ലാം ഇതിനകത്ത് വെളിപ്പെടുത്തുകയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ഫറവോൻ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് വിധിക്കുകയാണ്. എന്നാൽ ഈ ഫറവോന്റെ മരണം തൊട്ട് മുമ്പിൽ സംഭവിക്കാൻ പോകുകയാ. അതാ ഇവിടെ പറഞ്ഞത്, ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്തു? ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. സ്തോത്രം, ആമേൻ. ഫറവോന്റെ മരണം തൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കാതെ രാവും പകലുമെന്നില്ലാതെ കഠിനവേല ചെയ്യിക്കുന്ന ഒരു രാജാവ്. സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരോടും വിശ്വാസ കുടുംബങ്ങളോടും ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചില്ലേ? ദൈവം അത് അറിയാൻ പോകുകയാ, കേൾക്കാൻ പോകുകയാ. നെടുവീർപ്പുകളെ ആമേൻ ആനന്ദമാക്കുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവഭക്തയെ, നിങ്ങളുടെ നെടുവീർപ്പുകൾ, കണ്ണുനീരുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ പലപ്പോഴും കാണുവാൻ കഴിയാതെ മാറിയിരിക്കുമ്പോൾ, മനുഷ്യൻ പലപ്പോഴും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മുൻപിലേക്ക് പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവൻ അവർക്ക് ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവർക്ക് നൽകി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കുടുംബവർദ്ധന അവർക്ക് നൽകി. കാരണം ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട്, ആമേൻ, ദൈവത്തെ അനുസരിച്ചത് കൊണ്ട്. ആമേൻ. ഈ സൂതികർമ്മിണികൾ ആമേൻ മോശയെ കൊല്ലാൻ പല പദ്ധതികളും ഒരുക്കി. ഇന്ന് പകലിൽ ആമേൻ രക്ഷകനായി വരുന്നവനെ കൊല്ലാൻ, രക്ഷകനായി വരുന്നവനെ ആമേൻ മാറ്റിക്കളയാൻ പദ്ധതികൾ ശത്രു മെനയുമ്പോൾ, അതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുകയാ. ദൈവകുഞ്ഞെ, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ നിലവിളി അറിയുന്ന, നെടുവീർപ്പുകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം, മറന്നു പോകരുത് കേട്ടോ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നോക്കിക്കേ, അടുത്ത 24 വാക്യം പറയും, ദൈവം അവരുടെ നിലവിളി കേട്ടു. ആമേൻ. ഉറപ്പായിട്ടും ദൈവസന്നിധിയിൽ നിങ്ങളുടെ നിലവിളി എത്തിയിരിക്കുക. ദൈവസന്നിധിയിൽ എത്തുന്ന നിലവിളി, ആമേൻ, ദൈവസന്നിധിയിൽ അവൻ കഴിക്കുന്ന പ്രാർത്ഥന അത് ചെറുതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ചെറിയ പ്രാർത്ഥനയല്ല. പുറപ്പാട് പുസ്തകം 7:7 വായിക്കുമ്പോൾ അവിടെ മോശയ്ക്ക് 83 വയസ്സായിരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് ഇടപെടുവാൻ, ദൈവത്തിന് 30 ലക്ഷം തൻ്റെ ജനത്തെ അടിമകളായിരിക്കുന്നവരെ ഏൽപ്പിക്കാൻ പ്രായമൊന്നും ഒരു വിഷയമല്ല. സമർപ്പണവും നെടുവീർപ്പും നിലവിളിയും കണ്ണുനീരും അനുതാപവും ആമേൻ സ്തോത്രം പശ്ചാത്താപവും ആമേൻ ദൈവത്തിൻ്റെ വലിയ മഹത്വവും കണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ നിലവിളി ഇന്ന് പകൽക്കാലം ദൈവസ്ഥലത്തിരിക്കുക. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ആമേൻ നീതിയുള്ള നിയമം ഓർത്തു. അവർക്ക് ദൈവം കൊടുത്ത നിയമങ്ങൾ സ്വർഗം ഓർക്കാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം അവർക്കൊരു നിയമം കൊടുത്തിരുന്നു. ദൈവം അവർക്ക് അത്ഭുതങ്ങളെ ചെയ്തിരുന്നു. അബ്രഹാമിനെ ഓർത്തു, ഇസ്ഹാക്കിനെ ഓർത്തു, യാക്കോബിനെയും ഓർത്തു. ഹല്ലേലൂയ, ആമേൻ. അവരോട് പറഞ്ഞ നിലവിളി, ആമേൻ, അവരോട് പറഞ്ഞ ആമേൻ ആ ദൂതുകൾ ദൈവം ഓർക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോടും നിന്റെ പിതാവിനോടും പിതാക്കന്മാരോടും അറിയിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ നിവർത്തിയിരിക്കേണ്ട സമയമായി. ആർക്കും തടയാൻ കഴിയാത്തൊരു രാത്രി, ആർക്കും ആമേൻ തോൽപ്പിക്കാൻ കഴിയാത്തൊരു രാത്രി നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാ. നോക്കിക്കേ,
ദൈവം അവരുടെ നിലവിളി കേട്ടു. സ്തോത്രം. ആരുടെ നിലവിളി? ആമേൻ. അടിമകളായിക്കൊണ്ട് ഊഴിയവേല ചെയ്യിക്കുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു. 7-ാം അധ്യായത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ പൈതലേ, നിന്റെ നിലവിളി ദൈവസ്ഥലെത്താൻ പോകുകയാ. നിന്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് കർത്താവ് ആ നിലവിളി ആമേൻ അതിനുവേണ്ടി കർത്താവ് തൻ്റെ ചെവിയെ തുറന്നു വച്ചിരിക്കുക നിന്റെ നിലവിളി കേൾക്കാൻ. ആമേൻ. സ്തോത്രം. നിന്റെ നിലവിളിക്ക് വേണ്ടി തമ്പുരാൻ ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായി ദൈവ പൈതലേ നിന്റെ പ്രാർത്ഥന, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സ്തോത്രം, ഇന്ന് പകലിൽ ദൈവസ്ഥലിൽ ചെന്നെത്താൻ പോകുകയാ. സ്തോത്രം. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. എന്നാൽ സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. പിന്നെ അവന് ആമേൻ പുറപ്പെട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനാക്കി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു. അവർക്കും ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രവൃത്തിയിലും ആമേൻ സമർത്ഥനായി തീർന്നു. അവൻ വാക്കിലും എന്ത് ചെയ്തു? പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് ആമേൻ തികയുമ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരനെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ നോക്കിക്കേ. 24-ാമത്തെ വാക്യം പറയുന്നു, മിസ്രയീമിനെ അടിച്ചു കൊന്ന് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനെ തകർത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുകയാണ്. സ്തോത്രം. ദൈവം വിട്ടില്ല. 80-ാമത്തെ വയസ്സായപ്പോൾ മോശയോട് പിന്നെയും ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. ആമേൻ. ആവർത്തന പുസ്തകം 26-7, പുറപ്പാട് പുസ്തകം 3-9, ഉൽപ്പത്തി പുസ്തകം 18-20-21, യാക്കോബിൻ്റെ ലേഖനം 5-4 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ ആത്മനിയോഗം നമ്മുടെ മധ്യേ വെളിപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകം 6-5, ഉൽപ്പത്തി 5-14, 46-4, സങ്കീർത്തനം 105-8, 42, 106-45 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-7, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 31, ലൂക്കാ 1-25, പുറപ്പാട് 3-16 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ ആത്മനിയോഗം ശുശ്രൂഷകളിൽ വെളിപ്പെടുവാൻ പോകുക. ദൈവകുഞ്ഞെ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധമായ ദിവസം ദൈവം നിങ്ങളുടെ നടുവിൽ നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലമുണ്ട്. നിങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട്, ഒരു വിശാലതയുണ്ട്, ഒരു ആത്മീക നിയോഗമുണ്ട്. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.